സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ വേറൊരു പാട്ട് പാടട്ടെ. പാടി. മതി മതി. ഇനി മാമൻ ചായ കുടിക്കട്ടെ. ഇനി കൈ കൊള്ളും കേട്ടാ, ചൂടാ. മോനെ കുറച്ചു ദിവസം ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ, സുഖമില്ലായിരുന്നോ? വയ്യായിരുന്നമ്മേ. സൂക്ഷിക്കണം കേട്ടോ മോനെ. അച്ചപ്പെടുത്ത് എഴുതി അമ്മ ഉണ്ടാക്കിയത്. ഓ പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴേക്കും ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. പിന്നെ മല്ലിയുടെ കാര്യം നിനക്ക് അറിയാമല്ലോ. ഭർത്താവ് മരിച്ച് കൊച്ചുകുട്ടീനെ കൊണ്ട് അവള് കുറേ നാളായില്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പൊ അവളുടെ വരുമാനം കൊണ്ട് മാത്രമായി വീട് കഴിഞ്ഞു പോകുന്നത്, വേറെ ഒന്നുമില്ല. ആകെ ഉള്ളതൊരു പെൺകൊച്ച. അതിപ്പം കുറച്ച് കഴിയുമ്പോ വളർന്ന് അവളുടെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കും. പിന്നെ നിന്നോട് പറയാതിരിക്കുമ്പോ കാര്യം എന്താ, മൊത്തം കളവാ, ചുറ്റിനും കളവാ. അവളിങ്ങനെ ഓടി നടന്ന് എന്തെല്ലോ കാര്യങ്ങൾ ചെയ്തോണ്ട് ഈ വീടിങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ ബേക്കറി പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവളിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് ഒരു സഹായം ആരും ചെയ്യാനില്ലാതെ കഷ്ടപ്പെട്ട് കാണുമ്പോ എനിക്ക് നല്ലോണം സങ്കടമുണ്ട്. നമ്മളാരോട് പറയാനാ? അമ്മേ, മോനത് കണ്ടോ? എന്ത്? മല്ലിയുടെ വീഡിയോ. ഒന്ന് സൈഡ് ചേച്ചി. അമ്മേ, ഇതെങ്ങാത്ത വെച്ചാ ഇതും ചേച്ചിക്കന്നോ? ഞാൻ വെച്ചോളാം. താ ചേച്ചി, ചേച്ചി എടുക്കാം. നീ എന്താ ഇത്രയും വൈകിയേ? രാവിലെ ഒട്ടേ വന്നിരിക്കുക. ആ ഫോൺ ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് താ. ഇതിൽ ചേച്ചിയുടെ ചിരിയാണ് സൂപ്പറാ അല്ലേ ചേച്ചി? എത്രയായി എന്ത് ഓട്ടോക്കൂലി? അത് ഇന്നലെ തന്നെ തന്നാൽ മതി, നമ്മൾ കൂടുതലൊന്നും വാങ്ങിക്കില്ലല്ലോ. 150. അപ്പോൾ ഞാനോട് പോട്ടെ ചേച്ചി, പോട്ടമ്മേ, പോട്ടെട്ടാ. പിന്നെ ചേച്ചി ഡെയിലി പോകുകയെന്നുണ്ടെങ്കിൽ എനിക്കൊരു മാസത്തിൽ തന്നാൽ മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പോകണേ. പത്ത് 15 ലക്ഷം പേര് കണ്ടുപോനെ. ഇന്നലെ ഇവളുടെ വീഡിയോ എടുത്ത് കുറച്ച് പേര് വന്നായിരുന്നു. അപ്പോൾ അവർക്ക് മോളുടെ കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കണമെന്ന് പറഞ്ഞ്. മോളുടെ ഫോട്ടോ എടുത്ത ചെറുക്കനില്ലേ, അവനും ഉണ്ടായിരുന്നു. അവൻ നല്ല ചെക്കനാ. അവൻ എന്താ പറഞ്ഞത്? ഫോട്ടോഷൂട്ട്. ജോബിയൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് പൈസ കിട്ടുമെന്നാ. അങ്ങനെയൊക്കെ കിട്ടുമോ മോനെ? എനിക്കറിയത്തില്ല. അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. ഞായറാഴ്ച ആയതുകൊണ്ട് കനിയും ഉണ്ടാവും. അവളെ നോക്കണ്ടേ? മോൻ എന്തായാലും അവളുടെ കൂടെ അവിടെ വരെ ഒന്ന് പോകണം. അത് പറയാനാ അമ്മ മോനെ വിളിച്ചു വരുത്തിയത്. ഞങ്ങളിതിപ്പം വേറെ ആരോട് പറയാനാ? വലിയ ഉപകാരം മോനെ. ഞാൻ പച്ചവൻ കുഞ്ഞെടുക്കട്ടെ.
വേണ്ട, ഞാനേ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. പോയിട്ടേ കുറച്ച് വിളിച്ചാൽ മതി. എവിടെ പോകണമെന്ന് പറഞ്ഞേ? അവർ രാത്രി വിളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശരി. ശരി. അമ്മേ അമ്മേ ആ ദാ വന്ന്. അമ്മ സാരി എവിടെ വെച്ചു? അത് അതിനകത്ത് തന്നെ കാണും. ഞാനിവിടെ കൊണ്ടുവെക്കാനാ. ചുമ്മാ ഓരോന്ന് പറയല്ലേ, അമ്മ വേറെ വെച്ച് മറന്നു കാണും. ആ ഞാനങ്ങ് മറന്നു. മനുഷ്യന് പെട്ടെന്ന് കൊടുക്കാൻ നല്ലൊരു സാരി പോലും ഇല്ല. അമ്പിളേച്ചി, അമ്പിളേച്ചി. ആരാടി? മല്ലി ചേച്ചി. ആ എന്താടി? ചേച്ചി, ചേച്ചിക്ക് ഒരു പിങ്ക് കളറിലെ സാരി ഇല്ലേ, വർക്കൊക്കെ ചെയ്തിട്ട് സൈഡിൽ മുത്തൊക്കെ പിടിപ്പിച്ചത്, അതൊന്ന് എനിക്ക് കൊടുക്കാൻ തരാവോ? ആ അതൊന്നും തരാൻ പറ്റത്തില്ല. പ്ലീസ് ചേച്ചി. ഞാൻ മറ്റന്നാ കല്യാണത്തിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന. ചേച്ചി കൊടുക്കാറാകുമ്പോഴേക്കും ഞാൻ തേച്ച് തരാം. പറ്റത്തില്ല പൊടി. ചേച്ചി പ്ലീസ് ചേച്ചി. പിന്നെ വലിച്ചു വാരി കൊടുക്കരുത്. ഇല്ല. നൂല് പോയി കട്ട് ചെയ്ത് തന്നെ ഉപയോഗിക്കണം. തേക്കുമ്പോ ചൂട് കുറച്ച് വെച്ച് തേക്കണം. എന്നാ പിന്നെ ഞാൻ എന്നോട് വിളിച്ചു ചോദിക്കട്ടെ. ആരോട്? സന്ധ്യ എടുത്ത്. അവളല്ലേ എന്റെ പാർട്ട്ണർ. ആ ഞങ്ങൾ ഓണത്തിന് ഷെയർ ചെയ്ത് വാങ്ങിയതാ. സന്ധ്യ ചേച്ചി അല്ലേ? എനിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കും. ആ ഇല്ല, ഞാൻ വിളിക്കട്ടെ. ഹലോ ഹലോ സന്ധ്യ. ആ എന്താണ് ഞാൻ വിളിച്ചേ? ആ നമ്മുടെ മല്ലിക്കേ ആ സാരി ഒന്ന് വേണോന്ന്. ആ കൊടുക്കണ്ട. ആ പാവല്ലേടി അവള്. അവള് നാളെ തന്നെ തിരിച്ചുകൊണ്ട് തരും. ആ നീ എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഓ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളോട് തീർച്ച വെക്കാനൊക്കെ പറയണം. ഓ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ എന്നാ ശരിയടി, നീ കൊടുത്തേക്ക്. ആ ആ പിന്നെ ആ അടുത്ത വിളിച്ച് എനിക്ക് സാധനം വേണം. ഓ ശരി ശരി. എന്നാ ശരി എന്നാ ഓക്കെ. എന്നാ നിക്കടി, ഞാൻ എടുത്തിട്ട് വരാം. ശരി ചേച്ചി. ചേച്ചി, ചേച്ചിയുടെ എവിടെയാണ് ചേച്ചി? ചേച്ചി പിന്നെ വിളിച്ചില്ല. 50 രൂപ. പിന്നെ ചേച്ചി ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. അല്ല ചേച്ചി ഞാൻ വീട്ടിലാക്കി തരാം. ഞാൻ വിളിക്കാം, അപ്പൊ വന്നാ മതി. ആണോ? ഞാനാണെങ്കിൽ ചേച്ചി വിളിച്ചാൽ മതി. പിന്നെ കാശിന്റെ കാര്യം ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ചേച്ചി ഫുൾ അഡ്ജസ്റ്റ് ആണ്. പോട്ടെ ചേച്ചി. അപ്പൊ വിളിച്ചാൽ മതിയേ. അല്ല ചേച്ചി ഇങ്ങോട്ടിലാക്കി തരണം. വേണ്ടി എനിക്ക് വണ്ടി കണ്ട ചേച്ചി, എല്ലാവരിലും വണ്ടിയുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഓട്ടം കിട്ടാനാണ്? ചേച്ചി എന്തെങ്കിലും വിളിക്ക്. പോട്ടെ ചേച്ചി. என்ன பாட்டி சௌக்கியமா? விடு விடு. Good girl.
എന്താടി മല്ലി, കച്ചവടം ഒന്നുമില്ലേ? ഇവിടെ ഞാൻ തരാടി കച്ചവടം. എനിക്കൊരു റീത്ത് വേണം. വലിയ വലിപ്പമൊന്നും വേണ്ട, ഏകദേശം ഈ വലിപ്പത്തിലുള്ളത് മതി. നിന്റെ നെഞ്ചത്ത് വെക്കാൻ പറ്റിയ വലിപ്പത്തിൽ. പക്ഷെ നാളെ തന്നെ വേണം. മല്ലി, ഇങ്ങനെ കടുപ്പിച്ച് നോക്കല്ലേ, എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാനിപ്പൊ പോയിട്ട് നാളെ വരാം. അപ്പോഴേക്ക് എന്റെ കാശിന്റെ കയ്യിൽ കിട്ടിയേക്കണം. അല്ലെങ്കിൽ മല്ലി നിങ്ങളുടെ കാശ് 10,000 ഉണ്ട്. ആ ക്യാഷ് കൈ വെച്ചിട്ടല്ലേ നീ എന്നെ കൊണ്ട് കഥ പറയിപ്പിച്ചത്? കൊള്ളാലോ, നീ എവിടുന്ന് കിട്ടി ഇത്രയും ക്യാഷ്? പൂക്കച്ചവടം മാത്രമേ ഉള്ളോ അതോ? പോയി വണ്ടി എടുക്കും. അപ്പൊ ഇനി 1 മാസം അതിൻ്റെ ഉള്ളിൽ എന്റെ കുടിശ്ശിക തീർത്തോണം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വാശിയേറിയ ത്രികോണ മത്സരമാണ് ഇക്കുറി നടക്കുന്നത്. അകം പൊള്ളിക്കുന്ന രാഷ്ട്രീയ ചൂടിനൊപ്പം പുറം പൊള്ളിക്കുന്ന മീനച്ചൂടും സഹിച്ചാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും